പ്രശാന്ത്, കേരളത്തിൽ 4 വിമാനത്താവളങ്ങളുണ്ട്. നമ്മുടെ ആവശ്യങ്ങൾ കൂടുന്നതനുസരിച്ച് ഇത്തരത്തിലുള്ള ഗതാഗത സംവിധാനമെല്ലാം വിപുലപ്പെടുത്തേണ്ടതും അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്, നല്ലത് തന്നെയാണ്. പക്ഷേ അത് വേണ്ട തരത്തിലായിരിക്കണം എന്നുള്ളതാണ്. ഏറെക്കാലമായിട്ട് പറയുന്നതാണ് ശബരിമല വിമാനത്താവളം തീർത്ഥാടകരുടെ പേര് പറഞ്ഞുകൊണ്ടാണെങ്കിലും അത് മറ്റ് യാത്രികർക്കും ഉപയോഗിക്കാവുന്ന രീതിയിലേക്ക് മാറുമോ എന്നുള്ളതാണ് ഈ കോട്ടയം ജില്ലയിലുള്ള, അതായത് എരുമേലിക്ക് സമീപമുള്ള ചെറുവള്ളി എസ്റ്റേറ്റാണ് ഏറെക്കാലമായിട്ട് സർക്കാർ പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. ആ ഭൂമി സർക്കാരിൻ്റെ അധീനതയിൽ വരണമെന്നുണ്ടെങ്കിൽ നിയമ നൂലാമാലകൾ ഇനിയും ബാക്കി നിൽപ്പുണ്ട്. പക്ഷേ അതിനേക്കാൾ അനുയോജ്യമായ മറ്റൊരു പ്രദേശമെന്ന് പറയുന്നത് മറ്റ് കുടിയൊഴിപ്പിക്കലുകളൊന്നുമില്ലാതെ പത്തനംതിട്ട ജില്ലയിലെ കൊടുമൺ എന്ന് പറയുന്ന സ്ഥലത്ത് വളരെ, അതായത് ചെറുവള്ളി എസ്റ്റേറ്റിനേക്കാൾ 10 മടങ്ങ് വിസ്തീർണമുള്ള ഒരു പ്രദേശമുണ്ട്. ആ പ്രദേശം അത് സർക്കാരിൻ്റെ അധീനതയിൽ തന്നെയാണ്. ഇത് കൈവശപ്പെടുത്തുന്നതിന് മറ്റു ഇതൊന്നും പോകേണ്ട ആവശ്യമില്ല. ആ ഒരു വിമാനത്താവളം അവിടെ വരികയാണെങ്കിൽ അതല്ലേ ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത്, ശബരിമലയ്ക്കായാലും അല്ലാതെയും ഉപയോഗപ്പെടുത്താൻ. തീർച്ചയായിട്ടും നമ്മൾ ഈ വിമാനത്താവളം എന്നൊക്കെ പറയുമ്പോൾ രാജ്യത്തിൻ്റെ വികസനത്തിൻ്റെ ഭാഗമായിട്ട് വരും. അപ്പം ഒരു ആൾക്കാർ കേൾക്കുമ്പം വിമാനത്താവളം വരട്ടെ, പ്രദേശത്ത് ആ പ്രദേശം രക്ഷപ്പെടും, വളരെ നല്ല യാത്രാ സൗകര്യം ഉണ്ടാവും. അപ്പം ഇത്തരത്തിൽ വിമാനത്താവളങ്ങളും ഇൻഫ്രാസ്ട്രക്ചറുകൾക്കും ഒക്കെ കേരളത്തിൽ ഇരിക്കുന്ന ഭരണാധികാരികളും അല്ലെങ്കിൽ കേന്ദ്രത്തിൽ ഇരിക്കുന്നവരും ഒക്കെ വളരെ അനുയോജ്യമായ അല്ലെങ്കിൽ നല്ല സമീപനമാണുള്ളത്. അപ്പം ശബരിമല വിമാനത്താവളം എന്ന് പറയുമ്പോൾ ഇതിന് കൂടുതൽ പ്രസക്തമാണ്. ശബരിമല എന്ന് പറയുമ്പം ഈ പറഞ്ഞ പോലെ ഒരു വലിയ തീർത്ഥാടന കേന്ദ്രമാണ്. ലോകത്ത് ചർച്ച ചെയ്യുന്നു, അല്ലെങ്കിൽ ലോകത്തുടനീളമുള്ള ആൾക്കാരൊക്കെ വരുന്ന സ്ഥലമാണ്. അപ്പം അതെ, ദൂരെ ഉള്ളവർക്ക് കേൾക്കുമ്പോൾ ശബരിമല വിമാനത്താവളം എന്ന് പറയുമ്പോൾ ഈ വിമാനത്താവളത്തിൽ ഫ്ലൈറ്റ് ഇറങ്ങി അങ്ങ് ശബരിമലയിലോട്ട് ഒരു നേരിട്ട് ഇറങ്ങാൻ പറ്റുന്ന ഉള്ള രീതിയിലേക്ക്. അപ്പം ഇത്തരത്തിലൊരു വിമാനത്താവളത്തെ പറ്റി അല്ലെങ്കിൽ വേണം എന്നുള്ളൊരു കാഴ്ചപ്പാട് വരുന്നു. ആ കാഴ്ചപ്പാട് വരുമ്പോൾ സ്ഥലത്തിൻ്റെ വിഷയം വരുന്നു. സ്ഥലത്തിൻ്റെ വിഷയം വരുമ്പോൾ അവിടെ സ്ഥലം കണ്ടെത്തുന്നതിൻ്റെ ഭാഗമായിട്ട് ചെറുവള്ളി എസ്റ്റേറ്റ് ഏറ്റെടുക്കാം, അല്ലെങ്കിൽ അത് തരാം എന്ന് പറഞ്ഞ് ചെറുവള്ളി എസ്റ്റേറ്റ് ഉടമയായുള്ള KP യോഹന്നാൻ, ബിബിലിയേഴ്സ് ചർച്ച് അറിയാമല്ലോ, KP യോഹന്നാൻ എന്ന് പറയുന്ന ബിഷപ്പായുള്ള അദ്ദേഹത്തിൻ്റെ സ്ഥലം ഏറ്റെടുക്കുന്നതിന് വേണ്ടി തയ്യാറാകുന്നു. ഈ സ്ഥലം ഏറ്റെടുക്കുമ്പോൾ ആ സ്ഥലത്തിനകത്ത് തർക്കമുള്ള ഒരു സ്ഥലം, അല്ലെങ്കിൽ ഇത് പണ്ട് പാട്ടത്തിന് കൊടുത്തിട്ടുള്ള സ്ഥലമാണെന്നും അതല്ല ഞങ്ങളുടെ ഉടമസ്ഥതയിലുള്ളതാണെന്നും KP യോഹന്നാൻ്റെ ഈ ബിലീജിയേഴ്സ് ചർച്ച് അവർ പറയുകയും അത് ഈ നാഗമാണിക്യത്തെ കൊണ്ടുവന്ന ഒരു ഈ പാട്ടത്തിന് കൊടുത്ത സ്ഥലങ്ങൾ, ഗവൺമെൻറ് സ്ഥലങ്ങൾ, അതിനെപ്പറ്റി ഒരു റിപ്പോർട്ട് അദ്ദേഹം കളക്ടറായിട്ടിരിക്കുമ്പോഴാണ് തോന്നുന്നത്. ആ റിപ്പോർട്ടിനനുസരിച്ച് പുള്ളി പറഞ്ഞു ഇതെല്ലാം ഏറ്റെടുക്കാം. ഉടനെ തന്നെ ഉടമസ്ഥാവകാശത്തിൽ വെച്ചിട്ട് ഇവർ KP യോഹന്നാൻ്റെ ടീം കൊണ്ട് കേസ് കൊടുക്കുന്നു. ഈ കേസ് നിലവിൽ ഇപ്പോൾ പാലാ കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. മാത്രവുമല്ല, ഈ KP യോഹന്നാൻ പറയുന്ന അദ്ദേഹത്തിൻ്റെ ഭാഗമായിട്ടുള്ള എസ്റ്റേറ്റിൻ്റെ സ്ഥലത്തകത്ത് വീണ്ടും തർക്കങ്ങളുണ്ട്. അവിടെ ചില അമ്പലങ്ങൾ പറയുന്നു അവരുടെ സ്ഥലങ്ങൾ കൈയേറിയിട്ടുണ്ട്, ആരാധനാലയങ്ങൾ സ്ഥലങ്ങൾ കൈയേറിയിട്ടുണ്ട്, ചില വ്യക്തികൾ, അങ്ങനെ പല നൂലാമാലകളുള്ള ഇതാണ് ഇവിടെ നിൽക്കുന്നത്. മാത്രവുമല്ല, ഈ സ്ഥലം വന്നപ്പോൾ, ഈ സ്ഥലത്തിന് തർക്കമായപ്പോൾ, ഈ വിമാനത്താവളം അവിടുന്ന് പോകും എന്നുള്ളൊരവസ്ഥ വന്നപ്പോൾ വിമാനത്താവളത്തിന് ഒരു തർക്കവും ഇല്ലാത്ത ഏറ്റവും അനുയോജ്യമായിട്ടുള്ള സ്ഥലം കൊടുക്കാമെന്നും പറഞ്ഞുകൊണ്ട് കൊടുമണ്ണ് വന്നിരിക്കുന്ന സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ സ്ഥലവുമായിട്ട് തുലനം ചെയ്യുമ്പോൾ കൊടുമണ്ണ സ്ഥലത്ത് വില കൊടുത്ത് മേടിക്കേണ്ട ആവശ്യമില്ല, സർക്കാർ സ്ഥലമാണ്. അല്ലെങ്കിൽ ഈ പറയുന്ന നിർദ്ദിഷ്ട വിമാനത്താവളത്തിന് ഏറ്റെടുക്കേണ്ട സ്ഥലത്തെക്കാട്ടിൽ വളരെ കൂടുതലായിട്ടുള്ള സ്ഥലം, 10,000 ഏക്കർ കണക്കിന് സ്ഥലം സർക്കാരിൻ്റെ ഉണ്ട്. ഫ്രീ ആയിട്ട് അധികം നിൽക്കുക, കുടിയൊഴിപ്പിക്കേണ്ടി വരുന്നില്ല. ചെറുവള്ളി എസ്റ്റേറ്റിലാണെങ്കിൽ കുടിയൊഴിപ്പിക്കൽ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇനി വിശദമായിട്ടുള്ള കണക്ക് ഞാൻ പറയാം. അപ്പോൾ കുടിയൊഴിപ്പിക്കേണ്ടി വരുന്നില്ല. 3000 കോടി രൂപ എസ്റ്റേറ്റ് മേടിക്കുന്നതിന് വേണ്ടി മാത്രം വേണം. പിന്നെ കുടിയൊഴിപ്പിക്കുന്നതിന് വേണ്ടി കോടികൾ, ആ സ്ഥലം ഒഴുക്കിയെടുക്കുന്നതിന് കോടികൾ, ആ സ്ഥലത്ത് ആരാധനാലയങ്ങൾ, അതുപോലെ പല ഘട്ടങ്ങളിൽ അതിനുള്ള തർക്കങ്ങൾ, അത് പുഴ തടസ്സപ്പെടുന്ന, അതുപോലെ തന്നെ ചുറ്റും
മരങ്ങൾ 40,000-ഓളം സാധാരണ മരം വെട്ടിമാറ്റണം, 17,000-ൽ പരം റബ്ബർ മരം വെട്ടിമാറ്റണം. ഇതിൻ്റെ വട്ടം വനം പ്രദേശമുണ്ട്. അതുപോലെ ഈ പറയുന്ന ആവാസ വ്യവസ്ഥ വളരെ കൂടുതലായിട്ടുണ്ട്. ജന്തുക്കളുടെ ആവാസ വ്യവസ്ഥ നശിക്കുന്ന ഒരു രീതിയിലേക്ക് വരും. മാത്രമല്ല ഗാഡ്ഗിൽ റിപ്പോർട്ട് അനുസരിച്ച് പരിസ്ഥിതി ലോല പ്രദേശം ഏറ്റവും കൂടുതലായിട്ടുള്ള സ്ഥലമായിട്ടാണ് ഈ സ്ഥലം വരുന്നത്. അത് ഇതിൻ്റെ റിപ്പോർട്ടെന്ന് പറയുമ്പോൾ പരിസ്ഥിതി പ്രശ്നം മാധവ് ഗാഡ്ഗിൽ റിപ്പോർട്ട് പരാമർശിച്ചിട്ടുള്ള സ്ഥലങ്ങളുണ്ട് ഇവിടെ. മലനിരകൾ, നീർത്തടങ്ങൾ ഒക്കെ ഉള്ള സ്ഥലമായത്. അപ്പം പ്രകൃതിക്ഷോഭങ്ങൾ ഉണ്ടാവാനിടയുണ്ട്. ഇവിടെ തന്നെ ഈ പറയുന്ന പ്രദേശത്ത് 41,699 മരങ്ങളുണ്ട്. പിന്നെ ചെടികൾ വെട്ടിമാറ്റണം, 17,736 റബ്ബർ മരം മുറിക്കണം. ഈ പറയുന്ന സ്ഥലത്താണെങ്കിൽ അത് 3,000 കോടി രൂപ കൊടുക്കുന്നതിന് പുറമെയാണ് പറയുന്നത്. പിന്നെ വനം പ്രദേശം, ഈ പ്രദേശത്തിന് ചുറ്റും വനം പ്രദേശങ്ങളാണ്. വന്യജീവിക്ക് നാശം സംഭവിക്കാം. മനസ്സിലായില്ലേ? ഈ പ്രദേശം പരിശോധിക്കുമ്പോൾ മാനിൻ്റെ മയിലിൻ്റെ എല്ലാം ഫോസിലുകളെല്ലാം വളരെ കൂടുതലായിട്ട് ആ പ്രദേശത്ത് കാണുന്നുണ്ട്. എന്ന് വെച്ചാൽ അവിടെ അതിൻ്റെ ആവാസവ്യവസ്ഥയാണ്. പിന്നെ സർക്കാർ നഷ്ടം, സ്ഥലം ഏറ്റെടുക്കുന്ന മൂലം സർക്കാരിന് വൻ നഷ്ടമുണ്ട്. നിർമ്മാണത്തിന് ആവശ്യത്തിനുള്ള പാറ, മണ്ണ് എന്നിവ പുറത്തു നിന്ന് കൊണ്ടുവരണം. മനസ്സിലല്ലേ? വനം ശരിക്കും പറഞ്ഞാൽ വനമാ സാറേ, പുറത്തുനിന്ന് കൊണ്ടുവരേണ്ടി വരുന്നു. സ്ഥലം നികത്താനും കോടികൾ വേണ്ടി വരുന്നു. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് യാത്രാ സൗകര്യമില്ല. ഈ സ്ഥലത്തേക്ക് പോകണമെങ്കിൽ റോഡുകൾ ഉണ്ടാക്കണം. ഈ സ്ഥലത്തേക്ക് സാധാരണ റോഡില്ലാതെ പോകാനൊക്കെ ഈ സ്ഥലത്തേക്ക് എസ്റ്റേറ്റ് റോഡുകൾ പുതുതായിട്ട് നിർമ്മിക്കേണ്ടി വരും. യാത്രാ സൗകര്യം റോഡുകൾ പുതുതായി നിർമ്മിക്കേണ്ടി വരും. ശബരിമല സീസൺ സമയത്ത് മാത്രമേ ഈ പറയുന്ന പ്രദേശത്താണെങ്കിൽ ഈ വിമാനത്താവളം കൊണ്ട് പ്രയോജനമുണ്ട്. ചെറുവള്ളി അങ്ങ് വനം പ്രദേശമാണ്. അതുപോലെ കുടിയൊഴിപ്പിക്കൽ, ഭൂമി നഷ്ടപ്പെടുന്നവരുടെ എണ്ണം 234 ആ പ്രദേശത്തെ. മാറി താമസിപ്പിക്കേണ്ടി വരുന്നവർ 324 പേര് അവിടെ താമസമുണ്ടെന്നായിരിക്കും. കുടുംബങ്ങൾ, ചെറുവള്ളി എസ്റ്റേറ്റിൽ ജോലി നഷ്ടപ്പെടുന്നവർ 234, അവിടുത്തെ ജോലി നഷ്ടപ്പെടുന്ന 234 കുടുംബങ്ങളുണ്ട്. അപ്പം മുഖ്യ ഉപജീവനത്തെ നേരിട്ട് ബാധിക്കുന്ന ആൾക്കാർ 327 പേർ. അപ്പോൾ ടോട്ടൽ 1965 പേരുടെ പല ഘട്ടങ്ങളിലായിട്ട് ഇവരുടെ ജീവിതത്തെ ബാധിക്കുന്ന ഒരു വിഷയം ഇവിടെ ഈ സ്ഥലം ഏറ്റെടുക്കുന്നതുകൊണ്ട് വരുന്നുണ്ട്. അതുപോലെ ആശുപത്രികൾ ഇവിടെ പോകുന്നുണ്ട്, ക്യാൻറ്റീനുകൾ നഷ്ടപ്പെടുന്നുണ്ട്, ലേബർ ഓഫീസുണ്ട്, റേഷൻ കടകളുണ്ട്, സ്കൂളുകൾ എന്നിവ ഇടിച്ചു നിർത്തണം. ഈ പ്രദേശം ഏറ്റെടുക്കുന്നുണ്ട്. റൂറൽ ഏരിയയിൽ ആൾക്കാർ 60 വയസ്സ് കഴിഞ്ഞവരെ പുനരധിവസിപ്പിക്കണം. അതുപോലെ ക്ഷേത്രങ്ങൾ, ആരാധനയിൽ ഏറ്റവും പ്രധാനപ്പെട്ട വളരെ വലിയ ഹിന്ദു ക്ഷേത്രമുണ്ട് അവിടെ. അപ്പം വേറെ പള്ളികളുണ്ട്, മോസ്കുകളുണ്ട്. ചെറുവള്ളിയിൽ അതൊക്കെ ഇടിച്ചു നിർത്തേണ്ടി വരും. ഇത് വലിയ ചിലപ്പോൾ പ്രക്ഷോഭത്തിനും മറ്റും കാരണമാകും. അതായത് മൊത്തത്തിൽ ഈ സ്ഥലത്ത് ഏറ്റെടുക്കുന്നതിനകത്തുള്ള റിസ്ക്കും നമ്മൾ കൊടുമണ്ണം കൊണ്ട് തൊല്ലം ചെയ്യാൻ വേണ്ടിയാണ് ഇത് ദീർഘമായിട്ട് പറയുന്നത്. ഈ കൊടുമണ്ണില് സ്ഥലം എങ്ങനെ റബ്ബറാണോ? റബ്ബർ എസ്റ്റേറ്റ് കിടക്കുമല്ലോ സാർ, ഏക്കർ കണക്കിന് 10,000 ഏക്കർ കിടക്കുമല്ലേ, ആരുമില്ലല്ലോ. അവിടെ റബ്ബർ വെട്ടി തെളിക്കണം. അവിടെ റബ്ബർ വെട്ടി തെളിച്ചാൽ മതി. പക്ഷേ അതിനകത്ത് വേറെ വെളിയിൽ നിന്നുള്ള ആൾക്കാർ താമസമില്ല. ഇല്ല, വട്ടും റോഡുണ്ട്. റോഡെന്ന് പറഞ്ഞാൽ സാർ കണ്ട ഇപ്പം ഈ ഫ്ലൈറ്റ് വന്ന് ഇറങ്ങത്തക്ക രീതിയിലുള്ള റോഡുകൾ വട്ടം കിടക്കുന്നത്. അതുപോലെ റോഡെല്ലാം ഈ പുതിയ ഇൻഫ്രാസ്ട്രക്ചർ വന്നപ്പോഴത്തേക്കും റോഡെല്ലാം അതുപോലെ. ഈ ചെറുവള്ളി പോലെ ചുറ്റും ഒന്നുമില്ല, വനമേഖലയില്ല. കൊടുമണ്ണ് എന്ന് പറഞ്ഞാൽ അടൂരിന് 4 കിലോമീറ്റർ അപ്പുറമല്ലേ, ടൗണാണ്. ഈ കേരളത്തിൽ ഈ പറയുന്നതിൽ ഈ പ്രസിദ്ധമായ ഒരു ചിലന്തി ക്ഷേത്രം കൊടുമണ്ണുണ്ട്. കൊടുമൺ ടൗൺ തന്നെ, അടൂരിന് 5 കിലോമീറ്റർ. അപ്പം ആരോഗ്യ മേഖല, പല വലിയ ഹോസ്പിറ്റലുകളും ഈ സ്ഥലത്തു നിന്നും വളരെ ദൂരെയാണ്. എന്ന് വെച്ചാൽ ഹോസ്പിറ്റൽ സൗകര്യങ്ങൾ ഒന്നുമില്ല, കാടെന്ന് പറയാം. മനസ്സിലായില്ലേ? 6, ടൂറിസം സാധ്യത മാറുന്നു. പരിസ്ഥിതി സംരക്ഷണം നഷ്ടമാകുന്നതോടെ ടൂറിസം സാധ്യത മങ്ങുന്നു. പ്രവാസികൾക്ക് പ്രയോജനമുള്ള പ്രവാസികളില്ലല്ലോ ഇവിടെ. കാരണം ഈ വനമേഖലയാണ്ട് പ്രവാസികളില്ല, സാധാരണക്കാരെ ഉള്ളൂ. പിന്നെ IT വികസനം ഇല്ലാതാകുന്നു. IT വികസനം എന്ന് പറഞ്ഞാൽ ഇതിനോട് ചുറ്റും IT വികസനം വരണമെങ്കിൽ ഇനി വട്ടം വേറെ സ്ഥലങ്ങൾ ഏറ്റെടുക്കേണ്ടി വരും. വട്ടം വീണ്ടും വനമല്ലേ, പിന്നെ ഇവിടെ സ്ഥലം ഏറ്റെടുക്കുന്നത് ഇതിനകത്ത് വട്ടം വനപ്രദേശമല്ലേ, സ്ഥലം ഏറ്റെടുക്കാൻ വന നിയമം അനുസരിച്ച് സാധ്യതയില്ല. അപ്പം സർക്കാരിന് ബാധ്യത എന്ന് പറഞ്ഞാൽ സർക്കാരിന് ഈ ആഘാത മേഖലയിൽ നഷ്ടപരിഹാരം നൽകുന്നു. അവർ വീട് വയ്ക്കുന്നത്, സ്ഥലം പോകുന്നതിന് മറിച്ചതിന് സ്ഥലം ഏറ്റെടുക്കുന്നതിനെല്ലാം കോടികളുടെ നഷ്ടമാണ്. അതേസമയം കൊടുമൺ ആണെങ്കിൽ സ്ഥലത്തിന് കാശ് കൊടുക്കണ്ട, ആരാധനാലയങ്ങളില്ല, 4 സൈഡിൽ കൂടിയും റോഡുകളുണ്ട്, ഈ പറയുന്ന ആശുപത്രി സൗകര്യങ്ങളുണ്ട്. IT വികസനത്തിന് വേണമെങ്കിൽ ആവശ്യം പോലെ സ്ഥലം വേറെ വീണ്ടും എടുക്കാം. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഇത് ഉയരത്തിലാണ് ഈ വിമാനത്താവളം. അതായത് ഡെസ്ക് ടോപ്പ് എന്ന് പറയും. പല ടൈപ്പ് വിമാനത്താവളങ്ങളുണ്ട്.
ഡെസ്ക് ടോപ്പ് വിമാനത്താവളം എന്ന് പറഞ്ഞാൽ ഇതുപോലെ സ്ഥലമില്ലാതെ മലയുടെ മണ്ടയ്ക്കൊക്കെ നമ്മുടെ ഈ ഹില്ലി ഏരിയകളുണ്ട് അവിടുത്തെ ഇവിടെ ലാൻഡിങ്ങും വിമാനത്തിൻ്റെ പൊങ്ങും റിസ്ക്കാണ്, അപകട സാധ്യത വളരെ കൂടുതലാണ്. അതേസമയം കൊടുമണ്ണാകി നിരന്ന പ്രദേശമാണ്, എങ്ങും നിരത്തേണ്ടി വരത്തില്ല. അപ്പോൾ ഏറ്റവും അവസാനം നമ്മുടെ മലയാള മാധ്യമങ്ങളൊന്നും ഇത് റിപ്പോർട്ട് ചെയ്യുന്നില്ല. ഏറ്റവും അവസാനം ഈ ഒരു ഇംഗ്ലീഷ് പത്രത്തിൻ്റെ പാരിസ്ഥിതിക പഠന റിപ്പോർട്ട് എന്ന് പറയുമ്പോൾ ഈ പ്രദേശത്ത് മണിമലയാറ്റിൻ്റെ ഒഴുക്ക് പ്രദേശം നികത്തുന്നതുകൊണ്ട് തടസ്സപ്പെടും. ഇതിനോടനുബന്ധിച്ച് കിടക്കുന്ന ചെറു കനാലുകൾ, ചെറു അരുവികൾ, അങ്ങനെ ആ പ്രദേശത്തുള്ള ഒരു പാരിസ്ഥിതിക സന്തുലനാവസ്ഥ നിലനിർത്തുന്ന ആറിൻ്റെ ഒഴുക്ക് നിലയ്ക്കുന്നതോടെ അവിടുത്തെ പാരിസ്ഥിതിക അസന്തുലിതാവസ്ഥ വരുന്നതോടുകൂടി പ്രകൃതിക്ഷോഭങ്ങൾ ഏറ്റവും കൂടുതൽ ഉണ്ടാവാനുള്ള സാധ്യതയെന്നും പറഞ്ഞുകൊണ്ട് ആ പ്രദേശത്തെ പാരിസ്ഥിതിക പഠന റിപ്പോർട്ട് ഗവൺമെൻറ് സമർപ്പിച്ചിട്ടുണ്ട്. അപ്പം ഇത് ഈ കൊടുമൺ ഒരു വിമാനത്താവളം മറ്റേടത്ത് ഈ പ്രദേശത്തെ തർക്കവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുമ്പോൾ കൊടുമൺ ഇതിനു വേണ്ടി ഒരു കമ്മിറ്റി ഉണ്ടാക്കി അവിടുത്തെ പ്രദേശവാസികൾ ഈ മെറിറ്റും ഡീമെറിറ്റും എല്ലാം കാണിച്ച് കോടതിയിൽ കൊണ്ട് പരിശോധിച്ച് കോടതിയിൽ നിന്ന് കൊടുമൺ വിമാനത്താവളത്തിന് വേണ്ടി അവർ പ്രിഫർ ചെയ്യുന്ന സ്ഥലം അനുയോജ്യമാണോ എന്ന് പരിശോധിക്കണമെന്ന് വരെ ഇപ്പോൾ ഒരു ഇത് ഉണ്ടായിട്ട് അതൊക്കെ ഒരു പരിധി വരെ വേണമെങ്കിൽ കുറ്റവെക്കാതെ ഗവൺമെൻറ് ഇതിനെയൊക്കെ മറികടന്ന സാറേ ഈ KP യോഹന്നാൻ്റെ പാട്ടത്തിന് കൊടുത്ത സ്ഥലം അയാളുടെ ഭാഗമാണെന്ന് വരുത്തി തീർക്കാൻ അവർക്ക് അനുമതി കൊടുത്തുകൊണ്ട് ആ സ്ഥലം തന്നെ ഏറ്റെടുക്കുന്നതിന് വേണ്ടി ഒരു ഗവൺമെന്റ് നിൽക്കുന്നു. ഞാൻ തന്ന വീട് വാടകയ്ക്ക് പ്രശാന്തിന് തന്നിട്ട് പ്രശാന്ത് അത് കീഴ്വാടകയ്ക്ക് കൊടുത്തിട്ട് ഞാൻ അത് വാങ്ങാൻ പിന്നെ അതിന് പ്രമാണം ഉണ്ടാക്കുന്നു. ഈ പ്രമാണം സ്ഥിരമാക്കുന്നതിന് വേണ്ടി ഗവൺമെന്റ് നിന്നു കൊടുക്കുന്ന ഒരവസ്ഥ. അതായത് ഇതിന് ഗവൺമെന്റ് ഇവർ കേസുമായിട്ട് പോകുമ്പോൾ തട്ടിപ്പുണ്ടെന്നുള്ളത് തട്ടിപ്പ് അതേ പറയുന്നത് ഇത് കേസുമായിട്ട് ചർച്ച പോകുന്നു. അതിന് ഇപ്പുറത്ത് നമ്മുടെ ഗവൺമെൻറ് ഭാഗമായിട്ട് വക്കീലന്മാർ പോകുന്നു, കേസ് സ്ഥിരമായിട്ട് തോക്കുന്നു മനഃപൂർവ്വം, എന്നിട്ട് ആ കേസ് ജയിപ്പിച്ചു കൊടുക്കുന്നു. കേസ് വക്കീലന്മാരെ നല്ല വക്കീലന്മാരെ എവിടെ ആയിരുന്നാൽ മതി, കേസ് നോക്കുന്നതിന് പ്രയാസമൊന്നുമില്ലല്ലോ, സമയത്ത് ചെല്ലായിരുന്നാലും മതി, നല്ല വക്കീലന്മാരെ കൃത്യമായിട്ടുള്ള വാദം വിനിയോഗിക്കാതിരുന്നാൽ മതി. മിക്കവാറുമുള്ള ഈ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഈ ചെറുവള്ളി എസ്റ്റേറ്റ് 99 കൊല്ലത്തേക്ക് വാടകയ്ക്ക് കൊടുത്തായിരിക്കും ഏതെങ്കിലും ഒരു കാലത്ത്. നമ്മുടെ ഗവൺമെൻറ്റുകൾ ഈ സാധാരണക്കാരനെ പറ്റിക്കുന്ന ഒരു കാര്യം നമ്മൾ പറഞ്ഞാൽ പറയുന്നതിൻ്റെ കൂട്ടത്തിൽ പറയാതിരിക്കാൻ പറ്റത്തില്ല. സാറ് മുഖ്യമന്ത്രിയല്ല, സാർ ഒരു ഗവൺമെൻറ്റാണ്, സാറിൻ്റെ ഭാഗമായിട്ട് ഞാനൊരു നല്ല വ്യവസായം, ഞാൻ സാറുമായിട്ട് അഡ്ജസ്റ്റ്മെൻറ്റ് വന്നിട്ട് ഇത് ഒരു പരസ്യം കൊടുക്കും. ഗവൺമെൻറ് സ്ഥലമൊന്നും ആർക്കും നമുക്ക് നഷ്ടപ്പെടുത്താൻ പറ്റത്തില്ല, ആർക്കും ഒരു കാര്യത്തിനും ഉപയോഗപ്പെടുത്താൻ ഒക്കത്തില്ല. നമുക്കിത് കുറച്ച് കാലത്തേക്ക് അങ്ങ് വാടകയ്ക്ക് കൊടുത്തേക്കാം. അപ്പം ആ സാധാരണ കേൾക്കുന്നവർക്ക് ഇത് വലിയ കാര്യമൊന്നുമില്ല. എത്ര കൊല്ലത്തേക്കാണ്? 99 കൊല്ലത്തേക്ക്. 99 കൊല്ലം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സാധാരണത്തിൽ 3 തലമുറ കഴിയുമ്പോൾ 99 കൊല്ലത്തേക്ക് വാടകയ്ക്ക് കൊടുക്കുന്ന മുഖ്യമന്ത്രി 99 കൊല്ലം കഴിയുമ്പോൾ എവിടെ ഇരിക്കും? അല്ലെങ്കിൽ ആ ഗവൺമെൻറ് എവിടെ ഇരിക്കും? ഈ 99 കൊല്ലത്തേക്ക് വാടകയ്ക്ക് കൊടുത്ത പല സ്ഥലങ്ങളുമായിരുന്നു പലരുടെയും ഈ പറയുന്ന ചെറുവള്ളി എസ്റ്റേറ്റിൻ്റെ പേരിലും അല്ലെങ്കിൽ മനോരമ എസ്റ്റേറ്റിൻ്റെ പേരിലും മറ്റേ എസ്റ്റേറ്റിൻ്റെ പേരിലും ഒക്കെ ഓരോരുത്തരുടെ കയ്യിലിരിക്കും. ഇത് കാലക്രമേണ അവരുടെ കയ്യിലിരുന്ന് അവരുടെ ഭാഗമായിട്ടൊക്കെ പോകും. ഇതിന് ഏറ്റവും വലിയ ലാഭം കോടാനുകോടി രൂപ വില വരുന്ന സ്ഥലം അവരുടെ ഇഷ്ടത്തിന് സ്വന്തം താല്പര്യത്തിനനുസരിച്ച് എടുക്കുന്നതിനും അതിനകത്ത് മരം വെട്ടി വിൽക്കുന്നതിനും അല്ലെങ്കിൽ സ്വന്തം പോലെ ഉപയോഗിച്ചതിന് ശേഷം ഗവൺമെൻറ്റിന് നമ്മൾ കൊടുക്കുന്ന കരത്തിൻ്റെ അത്രയും പോലും വാടകയില്ല. സാറിനറിയോ, 1 സെൻറ്റിന് 1 പൈസ 10 പൈസയൊക്കെ വാടക. ഇങ്ങനെ ഈ രാജ്യത്തെ കൊള്ളയടിക്കുന്നതിൻ്റെ വേറെ ഒരു മറുപുറമാണ് ശബരിമല ശാസ്താവിൻ്റെ പേര് പറഞ്ഞ് ഒരു വിമാനത്താവളം വരുന്നതിന് ഈ കാര്യം പറഞ്ഞാൽ തടസ്സം നിൽക്കുന്നു എന്ന് പറഞ്ഞ് എല്ലാവരുടെയും മുഖത്ത് അല്ലെങ്കിൽ മണ്ണ് വാരിയിട്ടിട്ട് ഈ ഒരു വലിയ കച്ചവടം, ഈ കച്ചവടത്തിൻ്റെ കൃത്യമായ അല്ലെങ്കിൽ കച്ചവടം സംസാരിക്കുന്നത് അമേരിക്കയിൽ വെച്ചാണെന്ന് പോലും ഇടയ്ക്ക് ആരോപണം വന്നു. അതായത് ചെറുവള്ളി എസ്റ്റേറ്റ് എന്ന് പറയുന്ന സർക്കാർ ഭൂമി, നമ്മൾ ഈ കേട്ടത് ശരിയാണെങ്കിൽ വേറൊരാളുടേതാണെന്ന് വരുത്തി തീർത്ത് അയാളുടെ കയ്യിൽ നിന്ന് 10-3000 കോടി രൂപ സർക്കാരിൻ്റെത് അയാൾക്ക് കൊടുക്കുന്നതായിട്ട് വരുത്തി റെക്കോർഡ് ഉണ്ടാക്കിയിട്ട് ഈ റെക്കോർഡ് ഉണ്ടാക്കുന്നതിനകത്ത് ഇത്ര രൂപ എനിക്ക്, ഇത്ര രൂപ നിനക്ക്, എത്ര രൂപ പ്രതിപക്ഷ നേതാവിന്, ഇത്ര രൂപ BJP-കാരെന്ന് പറഞ്ഞൊരു സംവിധാനം ഉണ്ടാക്കി അത് വിദേശ രാജ്യത്തങ്ങ് കൊടുക്കുന്ന ഒരു കച്ചവടമുണ്ട്. പണ്ട് ഇവിടെ ഒരു കച്ചവടം നടന്നായിരുന്നു, സാറിനറിയാവോ? നമ്മുടെ തിരുവനന്തപുരത്ത് ഈ ലീല ഗ്രൂപ്പിന് ഒരു കൊട്ടാരം അറിയാമോ? 40,000 കോടി കൊടുത്താൽ കിട്ടുമോ കൊട്ടാരം? 4,000 കോടി രൂപയ്ക്ക് എത്ര റിലീസിന് കൊടുത്തല്ലേ? എത്ര കൊല്ലത്തേക്കാണ്? 99 കൊല്ലത്തേക്ക്. രവി പിള്ളയ്ക്ക് 99 കൊല്ലത്തേക്ക് കൊടുത്തത് ഇടതുപക്ഷം ആണ്. പ്രതിപക്ഷ നേതാവ് വളരെ നോക്കി നടന്നില്ല. പുള്ളിയുടെ നിൽക്കത്തില്ല, പുള്ളിയുടെ പാർട്ടി പുള്ളിയുടെ ഇല്ലായിരുന്നല്ലോ. പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയ്ക്ക് ഒരു പ്രശ്നമില്ലായിരുന്നല്ലോ. BJP നേതാക്കന്മാർക്ക് ആർക്കും പ്രശ്നമില്ലായിരുന്നല്ലോ. ഇവിടുത്തെ വേറെ ഒരാൾക്കും പ്രശ്നമില്ലായിരുന്നല്ലോ. ഈ കൊടുമണ്ണ് വിമാനത്താവളം അല്ലെങ്കിൽ ചെറുവള്ളി എസ്റ്റേറ്റിൽ വേണ്ട എന്ന് പറയുന്നതിനകത്ത് പറയുമ്പോൾ എല്ലാം പറഞ്ഞു പറയോട്ടം പറഞ്ഞിട്ടുള്ള 2 നേതാക്കന്മാർ, ഒന്ന് കുമ്മനം രാജശേഖരൻ,
അയാൾക്ക് പൈസ കൊടുത്ത് ആ സ്ഥലം മേടിക്കേണ്ട കാര്യമില്ലെന്ന് പറഞ്ഞ കുമ്മനം. രണ്ടാമത് നമ്മൾ എപ്പോഴും പറയുമ്പം BJPയുടെ ഇപ്പോഴത്തെ സംസ്ഥാന പ്രസിഡന്റ് സുരേന്ദ്രൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട്, യാതൊരു കാരണവശാലും പൈസ കൊടുത്ത് KP ഓനാൻ്റെ സ്ഥലം വേറെ ഈ സ്ഥലത്ത് CPMന്റെ നേതാക്കന്മാരില്ല, BJPയുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാരില്ല, CPIയുടെ നേതാക്കന്മാരില്ല, കോൺഗ്രസിന്റെ പ്രതിപക്ഷ നേതാവും ഈ പറയുന്ന വലിയ വലിയ കക്ഷികളൊന്നുമില്ല. അതായത് ഈ കച്ചവടത്തിൽ എല്ലാവർക്കും പങ്കുണ്ട്. ശബരിമല വിമാനത്താവളം വരുന്നതിനകത്ത് ആർക്കും തർക്കമില്ല. അത് ചെറുവള്ളി എസ്റ്റേറ്റിൽ വേണ്ട, കൊടുമണ്ണ് മതി. കൊടുമണ്ണ് മതി എന്ന് പറയുന്നതിൻ്റെ കാരണം കൊടുമണ്ണ് വിമാനത്താവളം വന്നാൽ ആ വിമാനത്താവളം അപകടരഹിതമായിരിക്കും. ആ വിമാനത്താവളത്തിന് സ്ഥലം കാശ് കൊടുത്ത് മേടിക്കേണ്ട, ആ വിമാനത്താവളത്തിൻ്റെ പേരിൽ ആശുപത്രികൾ നഷ്ടപ്പെടത്തില്ല, ആ വിമാനത്താവളത്തിൻ്റെ പേരിൽ ആരാധനാലയം നഷ്ടപ്പെടത്തില്ല. ആ വിമാനത്താവളം വരുമ്പോൾ അതിൻ്റെ ചുറ്റും IT മേഖല വരും. ആ വിമാനത്താവളം വരുമ്പോൾ മയിൽ ചാവത്തില്ല, മാൻ ചാവത്തില്ല, അരുവി പോകത്തില്ല, മലനിരകൾ പോകത്തില്ല, പാരിസ്ഥിതിക പ്രശ്നം ഉണ്ടാകത്തില്ല. അതായത് നാളെ കാലത്തെ ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല, വനം പ്രദേശം ഇല്ലായ്മയാകത്തില്ല. 40,000-ഓളം മരങ്ങൾ വെട്ടിമുറിക്കേണ്ട, ചെറുമരങ്ങൾ വെട്ടിമുറിക്കേണ്ട, ആ ഭൂമി നികത്തുന്നതിന് വെളിയിൽ നിന്ന് മണ്ണ് കൊണ്ടുവരേണ്ട, അല്ലെങ്കിൽ ആ ഭൂമി നിരപ്പാക്കി എടുക്കേണ്ട അവസ്ഥ വരുന്നില്ല. ആ ഭൂമിയിലേക്ക് റോഡ് വെട്ടി ആളിനെ എത്തിച്ചേണ്ട ഭാരം വരുന്നില്ല. ഇവിടെ വരുന്നത് കൊണ്ട് എരുമേലിൽ വിമാനത്താവളം വന്നാൽ ശബരിമലയിലേക്ക് 47 കിലോമീറ്ററും, കൊടുമണ്ണ് വിമാനത്താവളം വന്നാൽ ശബരിമലയിലേക്ക് 56 കിലോമീറ്ററും. അപ്പം അതിനകത്തും പ്രശ്നമില്ല, ഒരു പ്രശ്നവുമില്ല. ഈ പത്തനംതിട്ട വഴി അങ്ങ് അതിപ്പോ തന്നെ നല്ല റോഡ്, നല്ല സുഖമായിട്ട് മണ്ണാറക്കുളഞ്ഞ് ചാലക്കയം. ഈ കൊടുമണ്ണ് വരുന്ന ഏറ്റവും സുഖം. മറ്റിടത്തൊന്നും മലനിര ഇറങ്ങി പറഞ്ഞാൽ ഇതിനെക്കാട്ടി നിരപ്പ് റോഡിപ്പാം. അപ്പം ഒരു രീതിയിലും പ്രശ്നമില്ല. കൊടുമണ്ണുകാർ സജ്ജമാണ്, അതിനുവേണ്ടി തയ്യാറാണ്. ഭൂമി ഉറപ്പാണ്, പാരിസ്ഥിതിക പ്രശ്നങ്ങളില്ല, സ്കൂളുകൾ നഷ്ടപ്പെടുന്നില്ല, പ്രധാനപ്പെട്ട ആരാധനാലയങ്ങൾ നഷ്ടപ്പെടുന്നില്ല, പാറയും മണലും കൊണ്ടുപോകാൻ റോഡ് വെട്ടണ്ട, കൊടുമൺ വിമാനത്താവളത്തിനകത്ത് അപകടം വരുന്നതുകൊണ്ട് അപകടം ഉണ്ടാവുന്നില്ല. അപ്പം ഈ രീതിയിൽ ഏറ്റവും നല്ല ഒരു പ്രോജക്റ്റ് വരുമ്പോൾ KP യോഹന്നാൻ്റെ വസ്തു, തർക്കമുള്ള വസ്തു, ഗവൺമെൻറ്റിൻ്റെ വസ്തു KP യോഹന്നാൻ്റെതാണെന്ന് വരുത്തി തീർത്ത് ആ കാശ് അയാൾക്ക് കൊടുത്ത് അതിനകത്തുനിന്ന് അച്ചാരം പറ്റുന്നതിന് വേണ്ടി ഗവൺമെൻറ് ശ്രമിക്കുന്നു എന്ന് തോന്നിയാലും, പ്രതിപക്ഷം മിണ്ടാതിരിക്കുമ്പോൾ അവർ ഇതിനകത്തുണ്ടെന്ന് തോന്നുമ്പോഴും, BJP നേതാക്കന്മാർ ഇറങ്ങാതിരിക്കുമ്പോൾ അവർക്കും കിട്ടുമെന്ന് തോന്നുന്നതിനും ഒട്ടും തർക്കം പറയുന്നതിനകത്ത്, അല്ലെങ്കിൽ ആരെങ്കിലും വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അതിന് തർക്കം പറയാൻ പറ്റത്തില്ല. ഏതായാലും ശബരിമല അയ്യപ്പൻ്റെ പിറകിൽ ഒരു വിമാനത്താവളത്തിൻ്റെ ലക്ഷ്യം ഒരു വൻ കൊള്ളയുടെ ഒരുക്കമാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അല്ലെങ്കിൽ സ്ഥലമില്ലെങ്കിൽ നമുക്കിത് പറയാം, ചെറുവള്ളി എസ്റ്റേറ്റ് എടുക്കണം, സ്ഥലമുണ്ടല്ലോ, തർക്കം വന്നപ്പോൾ ഏറ്റവും യോഗ്യമായ സ്ഥലം കൊടുത്തല്ലോ. എല്ലാ രീതിയിലും അവിടെയുള്ള ഡ്രോബാക്സ് മൊത്തവും നികത്തി ഒരു പ്രശ്നവുമില്ലാത്ത ഒരു സ്ഥലമാണ് കൊടുമണ്ണ് കൊടുക്കുക എന്ന് പറയുമ്പോൾ ആ സ്ഥലം എന്തുകൊണ്ട് ഏറ്റെടുക്കുന്നില്ല? കോടതി പറഞ്ഞ് പരിശോധിക്കാൻ എന്തുകൊണ്ടത് മറച്ചു പിടിക്കുന്നു? ഇതെല്ലാം ഇത്രയും വ്യക്തമായിട്ട് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ട് എല്ലാ റിപ്പോർട്ടുകളും ഏറ്റവും ആവശ്യമായിട്ട് മാധ്യമങ്ങൾക്ക് ലഭ്യമാകുന്ന അവസ്ഥ വരുമ്പോൾ ഇവിടുത്തെ മനോരമ റിപ്പോർട്ട് ചെയ്യുന്നില്ല, മാതൃഭൂമി റിപ്പോർട്ട് ചെയ്യുന്നില്ല, കേരള കൗമുദി റിപ്പോർട്ട് ചെയ്യുന്നില്ല, ഇവിടുത്തെ പൂച്ച പറ്റാൽ ഉടനെ ലൈവ് ആക്കുന്ന ഒറ്റ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നില്ല. ഇതെന്തുകൊണ്ട്? ഇതിൻ്റെ പുറകിൽ എന്തുകൊണ്ട് കാര്യമെന്ന് ചോദിച്ചാൽ ഇതിൻ്റെ പുറകിൽ നിൽക്കുന്ന പണക്കൊഴുപ്പിൻ്റെ ബലത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇതാരും റിപ്പോർട്ട് ചെയ്യാത്തത്. രാഷ്ട്രീയക്കാർ ഇറങ്ങുന്നില്ല, മാധ്യമങ്ങൾ ഇറങ്ങുന്നില്ല. പരിസ്ഥിതി ലോല പ്രദേശമാണെന്ന് ഗാഡ്ഗിൽ പറഞ്ഞ് പലവട്ടം കേരളത്തിൽ പല സ്ഥലങ്ങളിൽ ഒലിച്ചുപോയി പല മരണങ്ങളും ഉണ്ടാകുമ്പോൾ ഇപ്പോൾ ഏറ്റവും അവസാനം വയനാട്ടിൽ സ്ഥലം ഏറ്റെടുക്കുന്നതിന് എസ്റ്റേറ്റ് ഉടമകൾ തർക്കം പറഞ്ഞപ്പോൾ അവിടെ സ്ഥലം നഷ്ടപ്പെട്ടവനും വീട് നഷ്ടപ്പെട്ടവനും അവിടെ വീട് വെച്ചു കൊടുക്കുന്നതിന് വേണ്ടി ആ ഭൂമിക്ക് ന്യായവിലയ്ക്കപ്പുറം ആ പ്രദേശത്തെ വില കൊടുത്ത് എടുക്കാൻ പറയുന്ന നിയമം ഒരുപക്ഷെ ഭൂമിയെ നശിപ്പിക്കാൻ വേണ്ടി ഇവിടെ ഏറ്റെടുത്ത് വിമാനത്താവളം കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമം നടക്കുന്നുണ്ട്. ആ നിയമം അവിടുത്തെ ആൾക്കാർക്ക് വീട് വയ്ക്കാനാണെങ്കിൽ ഈ നിയമം ഒരു വലിയ കൊള്ളയ്ക്ക് വേണ്ടിയാണ്, ഒരു പ്രദേശം ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടിയാണ്, ചില പ്രത്യേക ആൾക്കാർക്ക് കോടിക്കണക്കിന് രൂപ അച്ചാരം പറ്റുന്നതിന് വേണ്ടിയാണെന്ന് വിചാരിച്ചാൽ യാതൊരു സംശയവും അതിനകത്ത് തോന്നത്തില്ല. മാധ്യമങ്ങൾ എന്തുകൊണ്ടും ഉണ്ടായിരിക്കുന്നു. ഒരു രാഷ്ട്രീയ പാർട്ടിക്കും ഇതിനെന്താ അഭിപ്രായമില്ലാത്തത്? ഒരു കാര്യം ഇവിടെ പ്രേക്ഷകരുടെ നമ്മൾ പറയും, പത്തനംതിട്ടക്കാർക്ക് മാത്രം അറിയാവുന്ന എരുമേലിൽ വരുന്നതിനെക്കാട്ടിൽ കൊടുമണ്ണ് വിമാനത്താവളം വരുന്നതാണ് ശബരിമല പോകുന്നതിന് എളുപ്പം. നിങ്ങളാരും വിചാരിക്കുന്ന പോലെ ഈ വിമാനത്താവളത്ത് ശബരിമലയിലല്ല, ശബരിമലയുടെ പേര് മാത്രമേ ഉള്ളൂ. ശബരിമലയിൽ നിന്ന് 50 കിലോമീറ്റർ പുറകിലാണ് വിമാനത്താവളം. അവിടെ വിമാനത്താവളം പണിയാൻ പറ്റത്തുള്ളൂ. ഈ കൊടുമണ്ണ് പണിയുന്നതാണ് വിമാനത്താവളം കൊണ്ട് സീസൺ സമയത്ത് മാത്രം ഉപകരിക്കാനാണെങ്കിൽ പോലും ഉത്തമം. മറ്റേടത്ത് കൊടുമണ്ണ് പണിഞ്ഞാൽ എല്ലാ സമയവും ഉപയോഗിക്കാം, അല്ലെങ്കിൽ പറയുന്ന പ്രവാസികൾക്ക് ഉപയോഗിക്കാം.
മറ്റിടത്താണെങ്കിൽ ഈ സീസൺ സമയത്ത് മാത്രമേ വരൂ. എല്ലാം കൊണ്ടും യോഗ്യം കൊടുമണ്ണാണ്. പക്ഷേ ഗവൺമെൻറ്റിന് അതിനകത്ത് താല്പര്യമില്ലാത്തതിൻ്റെ കാര്യം ഗവൺമെൻറ്റിനും പ്രതിപക്ഷത്തിനും ഇവിടുത്തെ പ്രധാനപ്പെട്ട പാർട്ടികൾക്കും താല്പര്യമില്ലാത്തതിൻ്റെ കാര്യം ഒരു കച്ചവടം, ഒരു ഡീൽ അതിൻ്റെ പുറകിലുണ്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.